സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, മഞ്ഞുതുള്ളികൾ. ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്പർശനം അവിടുത്തെ വചനമായി നമ്മുടെ മേൽ പെയ്തിറങ്ങുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 126 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം: കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. ഇന്ന് കണ്ണുനീരാണ്, വേദനയാണ്. പക്ഷേ വിതയ്ക്കുന്നവന് ഒരു ശുഭകരമാകുന്ന ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. നാളെ ആർപ്പോടുകൂടെയുള്ള കൊയ്ത്തുണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വേദപുസ്തകം നിറയെ പ്രത്യാശ നൽകുന്ന വചനങ്ങളാണുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല ഭാവിയുണ്ട്, ഒരു നല്ല കൊയ്ത്തുണ്ട് എന്ന പ്രതീക്ഷയുടെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വായിക്കുന്നവർക്ക് ജീവിതത്തിലെ ഏത് തകർച്ചയുടെ നടുവിലും, ഏത് നിരാശാജനകമാകുന്ന അനുഭവത്തിൻ്റെ നടുവിലും വചനം തരുന്ന ഒരു വലിയ പ്രത്യാശ, അത് ചെറുതൊന്നുമല്ല. ദൈവ മക്കൾക്കുള്ള ഭാഗ്യമാണ് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ധൈര്യം, പ്രതീക്ഷ, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലെ മറ്റൊരു വാക്യമാണ്: സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം. ആ വാക്യത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ഇന്നുള്ള കരച്ചിൽ, ഇന്നുള്ള കണ്ണുനീർ നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. വൈകിട്ട് നമ്മുടെ വീട്ടിൽ വഴിപോക്കനാകുന്ന ഒരു മനുഷ്യൻ, ഒരു യാത്രക്കാരൻ വിരുന്നെത്തി. വഴിയെ പോയ വയ്യാവലി വലിഞ്ഞു കയറി വന്നെന്ന് പറയാം. വീട്ടിൽ വന്ന് നമ്മൾ അവനെ വീട്ടിൽ പാർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വന്നത് ഒരു പ്രശ്നമാണെന്നുള്ളത്. പക്ഷേ സങ്കടപ്പെടേണ്ട. സന്ധ്യയെങ്കിൽ നമ്മുടെ വീട്ടിൽ രാപാർക്കുവാനെത്തിയ, ക്ഷണിക്കാതെ വന്ന ആ അതിഥി അടുത്ത ദിവസം കാലത്ത് നമ്മുടെ വീട് വിട്ട്, ഹിന്ദിയിൽ മുസീബത്ത് എന്ന് പറയത്തില്ലേ, ആ മുസീബത്ത്, ആ സങ്കടം, ആ പ്രശ്നക്കാരൻ നമ്മുടെ വീട് വിട്ടുപോയിക്കൊള്ളും എന്ന ഒരു വലിയ ശുഭകരമാകുന്ന പ്രത്യാശ. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വാക്യം മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. ഈ വർഷം വലിയ ക്ഷാമമായിരുന്നു, വിളവ് വളരെ കുറവായിരുന്നു. നല്ല കർഷകൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? എത്ര ക്ഷാമം വന്നാലും, എത്ര വിളവ് കുറഞ്ഞാലും അവൻ ആദ്യം ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം, അടുത്ത വർഷം വിതയ്ക്കാനുള്ള വിത്ത് അവൻ മാറ്റിവെക്കും. കാരണം ഒരു കർഷകനും, നല്ലൊരു കർഷകനും വിത്ത് ഭക്ഷിക്കത്തില്ല. എത്ര പട്ടിണി കിടന്നാലും അവൻ വിത്തെടുത്ത് കഴിക്കത്തില്ല. കാരണം വിത്ത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷവും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് എത്ര വിളവ് മോശമാണെങ്കിലും കിട്ടിയതിൽ നിന്ന് അവൻ അടുത്ത വർഷം വിതയ്ക്കുവാനുള്ളത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച അല്പം ധാന്യം അവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, അവൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നു, ഭക്ഷണമില്ലാതെ കരയുന്നു. വലിയ ടെംപ്റ്റേഷൻ, വലിയ പ്രലോഭനമാണ് ആ വിത്തിരിക്കുന്ന ധാന്യചാക്കിലേക്ക് കൈനീട്ടി അല്പം അതിൽ നിന്ന് എടുത്ത് കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റുവാനുള്ള പ്രലോഭനവനുണ്ട്. പക്ഷേ കർഷകൻ അത് ചെയ്യില്ല. കാരണം അവനറിയാം, ഈ വർഷം വിത്ത് ഭക്ഷിച്ചാൽ അടുത്ത വർഷം എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതൽ കരയും. അതുകൊണ്ട് അവൻ ആ വിത്തിനെ കാത്തു സൂക്ഷിച്ച് അവസാനം വിതയ്ക്കുന്ന സമയമാകുമ്പോൾ അവൻ ആ വിത്തിനെ കയ്യിൽ പിടിച്ച് അവൻ വിതയ്ക്കുകയാണ്. അവൻ വെള്ളം കൊണ്ടല്ല തൻ്റെ വിത്തിനെ നനച്ചത്, തൻ്റെ കണ്ണുനീർ കൊണ്ടാണ്. വർഷം മുഴുവൻ ഒന്നും ലഭിക്കാതെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് കരഞ്ഞതിൻ്റെ വേദനയെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ കണ്ണുനീരോടുകൂടെ ആ വിത്ത് വിതയ്ക്കുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ണുനീരോടുകൂടെ അവൻ നടന്നും വിതയ്ക്കുന്നു എന്നാണ് അതിൻ്റെ ഒറിജിനൽ. എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയാണ്. ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ്റെ കണ്ണുനീർ തുള്ളികൾ വീഴുന്നു. അങ്ങനെ കണ്ണുനീരോടുകൂടി അവൻ നടന്ന് വിതയ്ക്കുന്നു. പക്ഷേ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവൻ കണ്ണുനീരോടുകൂടെ വിതച്ചതിൽ നിന്ന് ഒരു വലിയ റിസൾട്ട്, ഒരു വലിയ പ്രതിഫലം, അടുത്ത വർഷം ഒരു വലിയ കൊയ്ത്ത് അവന് മടക്കി കിട്ടുകയാണ്. കണ്ണുനീരോടുകൂടെ നാം വിതച്ചിട്ടുണ്ടോ? ആർപ്പോടുകൂടെ ഒരു കൊയ്ത്തുണ്ട്. ഇതോട് ചേർത്ത് വെക്കുവാൻ കഴിയുന്ന വചനമാണ്: നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ കാലം കഴിഞ്ഞ ശേഷം അത് നിനക്ക് മടക്കി കിട്ടും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശരിയായ പദം അല്ലെങ്കിൽ അർത്ഥമെന്ന് പറഞ്ഞാൽ അപ്പമല്ല, പിന്നെ വിത്തിനെയാണ് വെള്ളത്തിന്മേൽ എറിയുന്നത്. ആ സഭാപ്രസംഗികളുടെ പുസ്തകത്തിലെ ആ വചനത്തിന് വേണമെങ്കിൽ ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ കൊടുക്കാം: നിൻ്റെ വിത്തിനെ കലക്കവെള്ളത്തിന്മേൽ എറിയുക. കലക്കവെള്ളത്തിന്മേൽ എറിഞ്ഞ വിത്ത്
ഇന്ന് ആ വിത്ത് കലക്കവെള്ളത്തിലാണ് വീണത്. എവിടെ അത് പോയെന്ന് നമുക്കറിയില്ല. നാളെ അത് വളർന്ന് പൊന്തി പുറത്തു വന്ന് ഏറിയ കാലം കഴിഞ്ഞ് വലിയ വിളവെടുപ്പായിട്ട് നിൻ്റെ വിത്ത് പിന്നെയും ധാന്യങ്ങളായി, അത് അപ്പമായി നിൻ്റെ കരങ്ങളിൽ മടങ്ങി വരും. ശുഭകരമാകുന്ന ഒരു ഭാവിയുണ്ട്. നല്ല ദിനം മുൻപിലുണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. കണ്ണുനീരോടുകൂടെ ഇന്ന് നിൻ്റെ അപ്പത്തെ കലക്കവെള്ളത്തിന്മേൽ എറിയുക. ഫ്രം ദ ട്രബിൾഡ് വാട്ടേഴ്സ്, കലങ്ങി മറഞ്ഞ വെള്ളത്തിൽ നിന്ന് ആ വിത്ത് വളർന്ന് ഒരു വലിയ കൊയ്ത്ത് മുൻപിലുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.